PSC കിട്ടിയത് കരിമ്പിലാണ് കേട്ടോ, കരിമ്പ് ഹൈസ്കൂളിൽ. മാർച്ച് ഫസ്റ്റ് വീക്കിലാണ്, ഫസ്റ്റിനാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് അറിയണത് അത് മെറ്റേണിറ്റി വേക്കൻസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റിൽ മാർച്ച് 31 ആൾ ജോയിൻ ചെയ്യും. അപ്പോൾ എനിക്ക് അവിടുന്ന് പോയും വേണം. അപ്പോൾ 1 മാസക്കാലമാണ് എനിക്ക് അവിടെ ഉള്ളത്. ആ 1 മാസക്കാലം ഞാൻ കരിമ്പിൽ വർക്ക് ചെയ്തു. ഏറ്റവും മോശമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. ഞാൻ ചെല്ലണ ദിവസം എനിക്ക് തന്നത് ഒരു 8ാം ക്ലാസ് ഒരു ക്ലാസ്സാണ്. അവിടെ ചെന്നപ്പോൾ അവർ സ്വാഗതം ചെയ്യണം എങ്ങനെയാ വെച്ചാൽ കൂക്കിയിട്ടത്രേ. എല്ലാവരും എണീറ്റ് നിന്നിങ്ങനെ കൂക്കുക. എനിക്കാണെന്ന് വെച്ചാൽ ഇവിടുന്ന് യാത്ര ചെയ്ത് അന്ന് ബസ്സില്ലാത്തൊരു ദിവസം ബുദ്ധിമുട്ടിയിട്ട് അവിടെ എത്തിയതാണ് ഞാൻ ലാസ്റ്റ് ഡേ ജോയിൻ ചെയ്ത് ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെന്നപ്പോൾ എല്ലാവരും നീട്ടുന്ന കൂക്കുക. ഞാനും കൈ കെട്ടി അവിടെ ഇരുന്നു. ഇവരുടെ കൂക്കൽ കഴിയട്ടെ എന്ന് വിചാരിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അവർ നിർത്തിയപ്പോൾ ഞാൻ ചോദിച്ചു കലാപരിപാടി കഴിഞ്ഞു വന്നു. എന്നാൽ ഇനി എൻ്റെ കലാപരിപാടി തുടങ്ങിക്കോട്ടെ ചോദിച്ചു. അവരതത്ര പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ഒരു ഇത് വിചാരിച്ചില്ല. അതിലവരൊന്ന് വീണു. പിന്നെ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവിടുത്തെ ക്ലാസ് ലീഡർ ആരാ ചോദിച്ചു. അപ്പോൾ SFI ആണ്. SFIക്കാർ ഇങ്ങനെയൊന്നും കേട്ടോ, ഞാനും SFIയിൽ കുറേ വർക്ക് ചെയ്തതാണ്. പക്ഷെ ഇങ്ങനെയൊന്നും ആരും ചെയ്യില്ല. ഇങ്ങനെ വരവേൽക്കലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു നല്ലൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ക്രമേണ ആ കുട്ടികൾ ഭയങ്കര കൂട്ടായി എന്നോട്. എന്നിട്ട് മാർസിൻ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് ടീച്ചറെ ഇത് വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കും. അങ്ങനെ അത്രയും അടുപ്പായി പോരാറായപ്പോഴേക്കും ആ കുട്ടികളെ. അപ്പോൾ ഹെഡ് മിസ്സസ് ഇത് കണ്ടിട്ട് ഇങ്ങനെ ആദ്യത്തെ ദിവസം എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരാന്തേ കൂടെ നടക്കുന്നുണ്ട്. ടീച്ചർ നടക്കുമ്പോൾ അപ്പോൾ നിശബ്ദം ക്ലാസ്. അങ്ങനെ ആ ക്ലാസ് ഉണ്ടായിട്ടില്ല അത്രേ. നിശബ്ദമായിട്ട് ഇങ്ങനെ ഞാൻ ക്ലാസ് എടുക്കണു. അത് കണ്ടിട്ട് ടീച്ചർക്കും വലിയ അത്ഭുതം. എന്ത് മാജിക്കാണ് ഇവിടെ നടന്നത് എന്നുള്ള മാതിരിയാണ് ടീച്ചർ. അങ്ങനെ സുഭദ്ര ടീച്ചർ എന്നെ വിളിച്ച് ചോദിച്ചു എന്താ അവിടെ ചെയ്തത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല, കുട്ടികളായിട്ട് ഒന്ന് സൗഹൃദം സ്ഥാപിച്ചു, അത്രയേ ഉള്ളൂ പറഞ്ഞു. അങ്ങനെ ഒരനുഭവം കൂടി ഈ 1 മാസക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. വളരെ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് വളരെ നല്ലൊരു ബന്ധം തന്നെയായിരുന്നു അവിടെയും. 1 മാസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ നല്ലൊരു ബന്ധം ഉണ്ടായിട്ട് തന്നെയാണ് അവിടുന്ന് പോകുന്നത്. പോരേണ്ടി വന്നു മാർച്ചിൽ. അങ്ങനെ കുമരനെല്ലൂരാണ് പിന്നെ വേക്കൻസി കിട്ടിയത്. ഇവിടുന്ന് പോകാനും വരാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഷിഫ്റ്റാണ്. അവിടെ 8 മണിയാകുമ്പോഴേക്ക് എത്തണമെന്ന് നിർബന്ധം ടീച്ചർ പറഞ്ഞു, മിസ്സസ്. അപ്പോൾ അതുകൊണ്ട് ഷൊർണൂർ എൻ്റെ വീട്ടിൽ നിന്ന് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ ഇല്ലത്തുനിന്നാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. 6:45 പോവും, തിരിച്ച് 3 മണിയാകുമ്പോഴേക്കും എത്തും. അങ്ങനെ അമ്മയുടെയും അച്ഛൻ്റെയും വീണ്ടും ഒരു അച്ഛൻ്റെ അടുത്ത് താമസിക്കാനും എൻ്റെ കുട്ടിക്ക് അവരുടെ സ്നേഹം ലാളനകൾ അനുഭവിക്കാനുമുള്ള ഭാഗ്യം ആ ഒരു വർഷക്കാലം എനിക്ക് കിട്ടി. ആ ഒരു വർഷക്കാലത്തിന് ശേഷം അവിടെ എനിക്ക് എൻ്റെ സ്കൂളാണെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഷിഫ്റ്റാണ്. ചെല്ലുമ്പോഴേക്കും ബെല്ലടിക്കും, ക്ലാസ് തുടങ്ങും, അത് കഴിഞ്ഞാൽ പോരാനുള്ള ധൃതിയായി. അതുകൊണ്ട് കുമരനെല്ലൂർ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കൂളാണെന്ന് എനിക്ക് പറയാൻ തന്നെ തോന്നാത്ത വിധത്തിലുള്ളൊരു സ്കൂളാണ്. MT ഒക്കെ പഠിച്ച സ്കൂളൊക്കെയാണ് ശരിയാ, പക്ഷേ എനിക്കെന്തോ അവിടെ എൻ്റെ സ്കൂളായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ പ്ലാപ്പറ്റയ്ക്കാണ് ഞാൻ എത്തണത്. പ്ലാപ്പറ്റ സ്കൂള് 10 കൊല്ലക്കാലം പ്ലാപ്പറ്റയിൽ വർക്ക് ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സ്കൂള് എന്ന് പറഞ്ഞാൽ അത് പ്ലാപ്പറ്റയാണ്. പ്ലാപ്പറ്റയിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു മോശമായിട്ടുള്ളൊരു ക്ലാസ് റൂമാണ്. ഒരു 4-5-6 ക്ലാസ് റൂമിലുള്ള ഒരു പഴയ ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൽ ഒരു ചെറിയ സ്റ്റാഫ് റൂം. ആ സ്റ്റാഫ് റൂമിലാണ് എല്ലാവരും കൂടി ഇരിക്കുക. ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാവരും കൊണ്ടുവരും, എല്ലാവരും പങ്കുവെച്ച് കഴിക്കും. അത് അവിടെ ഉള്ള അധ്യാപകർക്കൊക്കെ ഞാൻ വല്ല കുട്ടികളെ പോലെയാണ് എന്നോട് പെരുമാറാറ്. തമ്പുരാട്ടി എന്നുള്ള പേരാണ് അവരൊക്കെ ഇട്ടിരിക്കുന്നത്. അല്ല, തമ്പുരാട്ടി എന്ന് വിളിക്കും. ഞാൻ പിന്നെ സ്നേഹത്തോടെ എന്ത് വിളിച്ചാലും അംഗീകരിക്കാൻ തയ്യാറാണ്. തമ്പുരാട്ടി എന്നുള്ള വിളിയൊന്നും എനിക്കിഷ്ടമല്ല, എങ്കിലും സ്നേഹത്തോടുള്ള വിളിയല്ലേ എന്ന് വിചാരിച്ച് ഞാനതൊക്കെ അംഗീകരിക്കും. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക. അങ്ങനെ നല്ലൊരു കുടുംബാന്തരീക്ഷം തന്നെ പറയാം. വലിയ ഇത്രയും അധികം ഞാൻ അനുഭവങ്ങൾ പഠിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ്. കുട്ടികളോട് ഇത്ര അധികം സ്നേഹം ഒരു അധ്യാപകർക്ക് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണത് അവിടെ നിന്നാണ്. രാധാകൃഷ്ണ മാഷ്, സുധാകരൻ മാഷ്, NVG, അതുപോലെ
ബാലകുമാരൻ മാഷ്, അങ്ങനെയുള്ള കുറേ മാഷന്മാർ, സേതു മാഷ് പ്ലാപ്പറ്റയിൽ, അങ്ങനെ കുറേ മാഷന്മാരും അതുപോലെ തെക്കുന്ന് വന്നിട്ടുള്ള 2-3 ടീച്ചേഴ്സുമാണ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ അപ്പോൾ നാട്ടിൽ തന്നെ എന്നെക്കുറിച്ച് അറിയണ അധ്യാപകരാണ് അവരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ ചുറ്റുവട്ടമൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവർ വളരെ സ്നേഹത്തോടാണ്. ചിലപ്പോൾ നടക്കേണ്ടി വരും, പെരുങ്ങോട് ഇറങ്ങിയിട്ട് ഒരു നടത്തണ്ട്, അതും രസമാണ്. യാത്രയൊന്നും അറിയില്ല, വർത്തമാനം പറഞ്ഞിങ്ങനെ പോവും. അങ്ങനെ ഒരു വീട്ടിലെങ്ങനെയാണോ അംഗങ്ങൾ അതുപോലെ പെരുമാറാനും കുട്ടികളോടുള്ള സ്നേഹം, നാട്ടിൻപുറം ആയതുകൊണ്ട് കുട്ടികൾക്കും അതേ വല്ലാത്തൊരടുപ്പുണ്ടായിരുന്നു. രക്ഷിതാക്കൾ പോലും സ്കൂളിലേക്ക് വരും, അങ്ങനെ അവരുമായിട്ടും ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഇപ്പോഴും ഏതെങ്കിലും കുട്ടി എന്നോട് വന്ന് വർത്തമാനം പറഞ്ഞാൽ ഞാൻ ചോദിക്കും, ചിലപ്പോൾ കണ്ടറിഞ്ഞു എന്ന് വരില്ല, പ്ലാപ്പറ്റയാണോ പഠിച്ചതെന്ന്. ആ കുട്ടിയുടെ പെരുമാറ്റം കണ്ടാൽ നമുക്കറിയാം പ്ലാപ്പറ്റക്കാരാണെന്ന്. അവരെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞോട്ടെ, എൻ്റെ കഥകളിയുടെ അരങ്ങേറ്റം ഉണ്ടായി. റിട്ടയർ ചെയ്തിട്ടാട്ടോ ഞാൻ ഇത് കൂട്ടി പറയുകയാണ്. റിട്ടയർ ചെയ്തിട്ട് കഥകളി പഠിച്ച അരങ്ങേറ്റാണ്. എങ്ങനെയോ എൻ്റെ കഥകളി അരങ്ങേറ്റുണ്ടെന്ന് പ്ലാപ്പറ്റയിൽ അറിഞ്ഞു, കുട്ടികളറിഞ്ഞു. അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, ഞാനതൊന്നും അറിയണില്ല. ഞാൻ വേഷം കെട്ടുമ്പോൾ ടീച്ചറെ എന്ന് വിളിച്ചിട്ട് 4 പുറം കുട്ടികൾ വന്ന് നിൽക്കണം. കുട്ടികളല്ല, അപ്പൊക്കെ അവർ വലിയവരായിട്ടുണ്ട്. അവർ വന്ന് ടീച്ചറെ എന്ന് വിളിച്ച് 4 പുറം നിൽക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു അത്ഭുതം. എങ്ങനെ നിങ്ങളെ അറിഞ്ഞ്? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി വിളിച്ചിട്ടാണ് അവർ വന്നത്. മാത്രമല്ല എനിക്ക് ഒരു ആറന്മുള കണ്ണാടിയൊക്കെ സമ്മാനമായിട്ട് തരും. ഒരു മുസ്ലിം കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിക്ക് ഇങ്ങോട്ട് അകത്തേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യം വന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായൊരു ദിവസമായിരുന്നു അത്. അധ്യാപക ജീവിതം ഇത്രമാത്രം ധന്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്നാണ്, ആ ഒരു ദിവസം. അപ്പോൾ പ്ലാപ്പറ്റയെക്കുറിച്ച് പറയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പ്ലാപ്പറ്റയുടെ ഇന്നത്തെ വികസന കാലഘട്ടമൊക്കെ എൻ്റെ അവിടുത്തെ അധ്യാപക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാലത്ത് തന്നെയാണ്. പുതിയ ബിൽഡിങ് വരലും പിന്നെ ഗ്രൗണ്ട് ഉണ്ടാവലും ഒക്കെ. അങ്ങനെ കുട്ടികളും അധ്യാപകരും ഒക്കെ ആയിട്ട് നല്ലൊരു ജീവിതമായിരുന്നു, അധ്യാപക ജീവിതമായിരുന്നു അവിടെ എന്നുള്ളതാണ്. പോരാൻ മനസ്സുണ്ടായിട്ടല്ല അവിടെ നിന്നും പോകുന്നത്, കുട്ടികളുടെ പഠനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഷിഫ്റ്റുള്ള സ്കൂളിലേക്ക് പോകുക എന്ന് വിചാരിച്ചിട്ടാണ് ചെർപ്പളശ്ശേരിക്ക് ഞാൻ മാറിയത്. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം.